ഇറ്റലിയിൽ ഹമാസിനു വേണ്ടി ധനശേഖരണം നടത്തിയ 9 പേർ അറസ്റ്റിൽ. ഇറ്റലിയിലെ പാലസ്തീനിയൻ അസോസിയേഷൻ അധ്യക്ഷൻ മുഹമ്മദ് ഹനൂൺ ഉൾപ്പെടെയാണ് പിടിയിലായത്. 71 ലക്ഷം യൂറോ ശേഖരിച്ചതായാണ് വിവരം. തുക ഒക്ടോബർ 7 ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചാവേറുകളുടെ കുടുംബങ്ങൾക്ക് നൽകിയെന്നാണ് റിപ്പോർട്ട്. നിരവധി രേഖകളും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. മാനുഷിക ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകൾ വഴിയാണ് പണം പിരിച്ചത്. വിവരങ്ങൾ ഐസൻ ജോസ് നൽകും. ഐസൻ, ഈ ഇറ്റലിയിൽ ഹമാസിനു വേണ്ടി ധനശേഖരണം നടത്തിയ സംഘടനകൾക്കും ആളുകൾക്കുമെതിരെ ഇപ്പോൾ കടുത്ത നിലപാടിലേക്ക് ആ രാജ്യം നീങ്ങുകയാണോ? മറ്റു വിശദാംശങ്ങൾ പറയും. ശക്തമായ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറ്റലിയിലും അതുപോലെ തന്നെ മറ്റ് ചില യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ പാലസ്തീനിയൻ അസോസിയേഷൻ എന്ന മുഹമ്മദ് ഹനൂൺ, ഇപ്പോൾ അറസ്റ്റിലായ മുഹമ്മദ് ഹനൂൺ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് വലിയ തോതിൽ ധനം ശേഖരിച്ചിരുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പാലസ്തീൻ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പാലസ്തീൻ മോചന പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ധനശേഖരണം എന്നാണ് പുറത്തു പറഞ്ഞിരുന്നത്. എങ്കിൽ കൂടി ഈ തുക മുഴുവനും കൈമാറിയത് ഒക്ടോബർ 7, അതായത് 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ നടത്തിയ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും അല്ലെങ്കിൽ ആക്രമണത്തിൽ തന്നെ ചാവേറുകളായി പ്രവർത്തിക്കുകയും ചെയ്തവരുടെ കുടുംബങ്ങൾക്ക് നൽകിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത്തരത്തിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന പോലീസും അതുപോലെ തന്നെ ഭീകരവിരുദ്ധ പോലീസും സംയുക്തമായി നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ വെളിവായതും. പ്രധാനമായും മിലനിലും അതുപോലെ ജിനോവയിലും എല്ലാം തന്നെയുള്ള പ്രദേശങ്ങളിൽ കൃത്യമായ റെയ്ഡുകൾ നടക്കുകയും ഈ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള മാനുഷിക സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകളുടെ പ്രസ്ഥാനങ്ങൾ അതല്ലെങ്കിൽ മനുഷ്യാവകാശ സംഘടനകളുടെ ധനശേഖരണം നടത്തുന്ന രീതിയിലാണ് ഈ പണം ശേഖരിക്കുകയും ചെയ്തത്. ശേഖരിച്ച പണം മുഴുവൻ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഭീകരരെന്ന് പ്രഖ്യാപിക്കപ്പെട്ട സംഘടനകൾക്കും അതിന്റെ പ്രവർത്തകർക്കും അതിന്റെ പ്രവർത്തനങ്ങളിൽ ഇരയായവരുടെ കുടുംബങ്ങൾക്കും നൽകി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 71 ലക്ഷം യൂറോ ഇത്തരത്തിൽ ഇവർ പിരിച്ചെടുത്തതായും ആ പിരിച്ചെടുത്ത തുകയുടെ 70% തുക ഇത്തരത്തിൽ ഭീകരർക്ക് കൈമാറിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടികൾ ഉണ്ടായിരിക്കുന്നത്. തുടർ നടപടികൾ ഇനിയും ഉണ്ടാകുമെന്നും വീണ്ടും ഇത്തരത്തിലുള്ള ധനശേഖരണം നടത്തിയവരെ പിടികൂടുമെന്നും അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ മുഹമ്മദ് ഹനൂൺ ഉൾപ്പെടെയുള്ളവരുടെ നേരെ ശക്തമായ നടപടികൾ ആരംഭിക്കുമെന്നും പോലീസ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഗൗതം. ഓക്കെ, ഇറ്റലിയിൽ ഹമാസിനു വേണ്ടി പണപ്പിരിവ് നടത്തിയവർക്കെതിരെ കടുത്ത നടപടി എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഐസനാണ് വിവരങ്ങൾ നൽകിയത്.